അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശവും നൽകി. BJ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധന ദേശീയ ദുരന്ത നിവാരണ സേന അവസാനിപ്പിച്ചു. സ്ഥലത്തു നിന്ന് വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി രക്ഷാപ്രവർത്തനം പ്രാഥമികമായി പൂർത്തിയാക്കി എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾക്കിടയിൽ അവസാനഘട്ട പരിശോധന നടത്താൻ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും ആ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ വിമാനത്തിൻ്റെയും ഈ കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. അത്തരത്തിൽ സംഭവം നടന്ന മേഖലയിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയാവുകയാണ്, അല്ലെങ്കിൽ ആ ദൗത്യം പൂർത്തിയാവുകയാണ്. പരിക്കേറ്റവരെല്ലാം തന്നെ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം 65ഓളം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 20ലധികം ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. സംഭവ സ്ഥലത്ത് നിന്ന് അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ പിറകോട്ട് പോവുകയാണ്, അവർ മടങ്ങുകയാണ്. നേരത്തെ NSGയുടെ സംഘം പരിശോധന പൂർത്തിയാക്കി മടക്കിയിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ ഏകദേശം 5 മണിക്കൂർ നീണ്ടുന്ന പരിശോധനയാണ് ഫോറൻസിക് വിഭാഗം സംഭവ സ്ഥലത്ത് നടത്തിയത്. അവരും പരിശോധന പൂർത്തിയാക്കി മടക്കിയിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യത്തെ നടുക്കിയ, രാജ്യത്തിൻ്റെ മനസ്സിനെ അത്രയധികം വേദനിപ്പിച്ച 290ലധികം മരണങ്ങൾ നടന്നിട്ടുള്ള ഈ വിമാന അപകടത്തിൻ്റെ രക്ഷാപ്രവർത്തനം, സംഭവ സ്ഥലത്തുള്ള രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ സംഭവ സ്ഥലത്തുമൊപ്പം ഈ പരിക്കേറ്റ് ആളുകൾ ചികിത്സയിലുള്ള ആശുപത്രിയിലും സന്ദർശിച്ചിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതായത് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും ഒപ്പം ഈ പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രി നൽകുകയും ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വ്യോമയാന മന്ത്രാലയം നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയും ഒപ്പം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ അഹമ്മദാബാദ് കടന്നുപോയിട്ടുള്ളത് ഇവിടെ അഹമ്മദാബാദിലുള്ള ജനങ്ങളൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, കൂടാതെ സൈന്യം, വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം, അത്തരത്തിലൊരു അനിശ്ചിതത്വത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വേദന നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അഹമ്മദാബാദും രാജ്യവും കടന്നുപോയിട്ടുള്ളത്. മരണസംഖ്യയിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ലഭ്യമാകേണ്ടതുണ്ട്. 290ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പരിശോധന പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.